ഈ വീഡിയോ ഐശ്വര്യത്തോടെ തുടങ്ങാന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ട് നമ്മൾ താടി വെച്ച് കാവ്യെടുത്ത ഒരു കൂട്ടം കൊരങ്ങന്മാരെയാണ് പിടിച്ചത്. അവർ പറഞ്ഞത് കേട്ടിട്ട് തുടങ്ങാം. लंदन के बाद न्यूयॉर्क का मेयर भारत का एक मुसलमान बन चुका है जिसकी मां हिंदू है और जिसकी पत्नी हिंदू है। इसका अर्थ है कि महाविनाश की वेला है। लेकिन दुर्गेश्वर महादेव, मेरी मां और मेरे महादेव, आप सभी को विश्वास दिलाता हूं, इस कैंसर को धरती से खत्म करेंगे। इस्लाम नहीं रहेगा, केवल सनातन रहेगा, ना मोहम्मद रहेगा और ना कोई मोहम्मद का नाम लेने वाला रहेगा। जरा मेरे साथ बोलो, हर हर महादेव, हर महादेव, हर महादेव। മഹാദേവനെയും വിളിച്ചിട്ട് ഈ കൂട്ടം കൊരങ്ങന്മാർ പറഞ്ഞ വല്ലതും മനസ്സിലായി നിങ്ങൾക്ക്? ഒന്നുമില്ല. അതായത് ഹിന്ദുവിൻ്റെ മുസ്ലിമിൽ പിറന്ന മകൻ US-ന്റെ മേയറായി. വിനാശത്തിൻ്റെ തുടക്കമാണത്. ഇനി അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഈ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ മുഹമ്മദ് എന്നുള്ള പേര് വരെ നമുക്ക് മായ്ച്ചു കളയണം. ഹര മഹാദേവ് അത് വിളിച്ചിട്ട് അതിനെ കൂട്ടവിളി വിളിക്കുന്ന ഒരു കൂട്ടം താടി വെച്ച കാവ്യെടുത്ത കൊരങ്ങന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല, വല്ല വേറെ വല്ലതൊക്കെ നിങ്ങൾ പേരിട്ട് വിളിച്ചോ, മലരെന്നോ മണങ്ങെന്നോ ഒക്കെ നിങ്ങൾ വിളിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കം. ഇങ്ങനത്തെ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഇങ്ങനെ ഭക്തിമൂത്ത് അന്ധഭക്തതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വലിയ മോശമൊന്നുമല്ല എന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിന് ജയ് വിളിക്കുന്ന കുറേ കൊരങ്ങന്മാരെ നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ കോളിഫ്ലവർ ഫാമിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, എന്താ സംഭവം എന്ന്. അതിൻ്റെ താഴത്ത് വന്നിട്ട് ഏതോ ഒരു തന്ത ഇല്ലാത്തവൻ എന്ന് വേണേൽ, തന്തയല്ല പല തന്തൊക്കെ ഉണ്ടായവൻ എന്ന് വേണേൽ പറയാം, വന്നൊരു കമൻ്റ് ഇട്ട് കോഴിക്കോടും ഇത് സംഭവിക്കും, കോഴിക്കോട് ഞങ്ങൾ വരുന്നുണ്ട് 2026 അല്ലെങ്കിൽ 2030 ആകുമ്പോഴേക്കും ഞങ്ങൾ വന്ന് ഇതുപോലെ കോഴിക്കോട് ഞങ്ങൾ കോളിഫ്ലവർ കൃഷി തുടങ്ങുന്നു. ഏതായാലും കോഴിക്കോട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചോളേണ്ടി, ഇതുപോലത്തെ സംഘ പറി മലരന്മാർ ഇതുപോലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെയാണ് അവരുടെ ഉള്ളിലിരിപ്പുള്ളത്. ഒന്ന് സൂക്ഷിച്ചോ, ഈ ഐറ്റത്തിനെ കാണുമ്പോൾ ഒന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ വലിയ പണി. നിൻ്റെയൊക്കെ തല അവസാനം കോളിഫ്ലവർ പാടത്തുനിന്ന് കോളിഫ്ലവർ മാന്തി എടുക്കേണ്ടി വരും എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇന്നലെ നമ്മുടെ കോൺഗ്രസ് ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയൊക്കെ വിളിച്ച് ചേർത്ത ഒരു യോഗം ഉണ്ടായിരുന്നു. കോൺഗ്രസ് മഹാപ്രക്ഷോഭത്തിലോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന SIR നടത്താൻ പോകുന്ന 12 സംസ്ഥാനങ്ങളിലെ ICC എന്താ പറയുക നേതാക്കളെയും മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത് എന്താണ് SIR, ഇതെങ്ങനെയാണ് നമ്മളെ പൂട്ടുന്നത്, എന്താണോ ബീഹാറിൽ പ്രതിഫലിച്ചത്, എങ്ങനെയാണ് 65 ലക്ഷം വോട്ട് കട്ട് ചെയ്തതും 21 ലക്ഷം വോട്ട് ആഡ് ചെയ്തതും. ഇത് ചോദിച്ച് സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള കേസുകളൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഒന്നും പ്രത്യേകിച്ചായിട്ടില്ല. പലതും സുപ്രീം കോടതിയിൽ നിന്ന് എന്താ പറയുക തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിട്ടുള്ളതിനുള്ള മറുപടിയൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഈ SIR എന്നും പറഞ്ഞ് വരുന്ന ആളുകളെ സൂക്ഷിക്കുക. ഏതൊക്കെ വോട്ടുകൾ കട്ടാവുന്നുണ്ട് എന്നുള്ളത് പ്രോപ്പറായിട്ട് വെറുതെ പറഞ്ഞ് അല്ലെങ്കിൽ റീൽസോ വീഡിയോ ഇടാതെ അതിൻ്റെ അങ്ങ് താഴെ തട്ടിലോട്ട് തന്നെ ഇറങ്ങി ചെന്നിട്ട് വോട്ട് കയറിയിട്ടുണ്ടോ വോട്ട് കയറിയിട്ടില്ലേ എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് നോക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇനി ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ഇതൊക്കെ പ്രാവർത്തികമാക്കും നമ്മുടെ നാട്ടുകാർ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കേരളത്തിൽ പിന്നെ ഓക്കെ ആയിരിക്കും, പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ സംശയമാണ്. കാരണം അവിടുത്തെ ആളുകളുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. നമ്മളതിന് കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അവർ ചിന്തിക്കുന്നത് മോദി എന്ത് പറയുന്നോ അല്ലെങ്കിൽ താടിജി നമ്മുടെ എന്ത് പറയുന്നോ അതാണ് സത്യം. താടീനെ സ്വന്തം തന്തയായിട്ട് വരെ കാണുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഉത്തരേന്ത്യക്കാർ. അതിനുള്ള ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ സ്വന്തം തന്ത വരെ മോദിയാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വിചാരിച്ച് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വരിച്ച് നടക്കുന്ന ആളുകളല്ലേ ഉത്തരേന്ത്യയിൽ. SIR അല്ല, അവിടെ എന്ത് വന്നിട്ടും കാര്യമില്ല. അവിടെ ഈ പറഞ്ഞ നമ്മുടെ മോദിജി തന്നെ ജയിച്ചുകൊണ്ടിരിക്കും. സ്വന്തം അച്ഛനെ തള്ളി പറയാൻ ഒരു മക്കൾക്കും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ അങ്ങ് എടുത്താൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ആൾക്കാർക്ക് പ്രബുദ്ധ കേരളം ആയതുകൊണ്ട് തന്നെ ബുദ്ധിയും വിവരമുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ അത് നമുക്ക് മനസ്സിലാക്കി തന്നത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിരുന്നു. അതായത് SIRൻ്റെ പേരിൽ രാത്രി 8 മണിക്കും 9 മണിക്കും ഒക്കെ ഈ പാവപ്പെട്ട BLOമാർ വന്നിട്ട് ചോദിക്കുമ്പം കേരളത്തിലെ ജനങ്ങൾ അവരെ പുറത്തു വിടുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു.
ഇനി അത് മാത്രമല്ല, അങ്ങനെ വിടേണ്ട ഒരു അവസ്ഥ ഈ പാവപ്പെട്ട BLOമാർക്ക് ഇത്രയും വർക്ക് പ്രഷർ കൊടുത്ത്, അതായത് ഒരു മാസം കൊണ്ട് ഏകദേശം 7 കോടി 8 കോടി ആൾക്കാരെ ചേർത്തണം, അല്ലെങ്കിൽ ചേർത്താം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ചേർത്താൻ പറ്റില്ല എന്നുള്ളൊരു കണക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ BLOമാർ രാവിലെ 8 മണിക്ക് പണി തുടങ്ങി രാത്രി 11 മണിയായാലും പണി തീരുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ടാർഗറ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്നൊക്കെ വോട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്യിക്കണം എന്നുള്ള ചിന്തയിലോട്ട് വരെ കൊണ്ടുവരുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായി കാണുന്നത്. അതിലും പ്രബുദ്ധ കേരളമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ എതിർക്കാനും, അല്ലെങ്കിൽ ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഇതിന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് പ്രബുദ്ധര് നമ്മൾ തമാശക്ക് അല്ലെങ്കിൽ ആക്കി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മലയാളികൾ അക്കാര്യത്തിൽ രാഷ്ട്രീയബോധം നല്ലപോലെ ഉള്ളതുകൊണ്ട്, അതാണ് രാഷ്ട്രീയബോധം ഉള്ളത് കൊണ്ടാണ്. മറ്റുള്ളിടത്തൊന്നും രാഷ്ട്രീയബോധങ്ങളല്ല, മറ്റുള്ളിടത്തൊക്കെ ഭക്തിയുള്ളത്. ആ ഭക്തി കാരണമാണ് അവിടെ ഈ പറഞ്ഞ ഒരു പരിപാടികളും നടക്കാതെ പോകുന്നത്. मोदी जी आए पहले, फिर उन्होंने सौर मंडल बनाया, फिर मोदी ने पृथ्वी बनाई, फिर महासागर लेके आए, फिर उसमें भारत स्थापित किया, फिर हिमालय बनाया, फिर वहां से गंगा निकाली, फिर यूपी बनाया, फिर गुजरात बनाया, फिर यूनिवर्सिटी बनाई, वहां से इंटायर पॉलिटिकल साइंस की अकेले व्यक्ति ने. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് മോദിജി വന്നു കഴിഞ്ഞാൽ മോദിജിയാണ് എല്ലാം ഉണ്ടാക്കിയത്. മോദിജിയാണ് ഹിമാലയ ഉണ്ടാക്കിയത്, മോദിജിയാണ് ഈ ലോകത്തെ ഭൂഖണ്ഡങ്ങൾ ഉണ്ടാക്കിയത്, മോദിജിയാണ് എല്ലാം ഉണ്ടാക്കിയത്, മോദിജിയാണ് ദൈവം. മോദിജി ഇല്ലാത്തൊരു പരിപാടി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ നാട്ടിൽ SIR അല്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭക്തിയല്ലാതെ രാഷ്ട്രീയബോധമുള്ള മലയാളികൾ ഉള്ളത് കൊണ്ട് കുറച്ചെങ്കിലും നമ്മുടെ നാട്ടിൽ SIR എന്നൊക്കെ പറഞ്ഞു വരുമ്പം അതിലെന്തെങ്കിലുമൊക്കെ ഒരു തീർപ്പുണ്ടാവും. അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ പരിതാപകരമായിട്ടുള്ള അവസ്ഥകളാണ് ഉണ്ടാകുന്നത് എന്ന് സത്യമാണ്. കേരളം മാത്രമല്ല, സൗത്ത് ഇന്ത്യ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും രാഷ്ട്രീയബോധമുള്ള ആളുകളാണ് അവിടെ ഉള്ളത്, കർണാടകയിലാണെങ്കിലും രാഷ്ട്രീയബോധമുണ്ട് കുറേ പേർക്കൊക്കെ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ തെലുങ്കാന ഒക്കെ നോക്കുമ്പോഴും ആ ഒരു ചിന്തയുള്ള ആളുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യ ഇതുവരെ ഇവർക്ക് പിടികൊടുക്കാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കാര്യമില്ല, നമ്മുടെ നാട്ടിലും ഇത്തരം ചിന്തകളുള്ള ആൾക്കാരുണ്ടെന്ന്. നമ്മുടെ നാട്ടിലും എന്താ പറയുക, കാവിക്കോണകം അല്ലെങ്കിൽ കാവിക്കൊടി നമ്മുടെ എന്താ പറയുക രാഷ്ട്രത്തിൻ്റെ കൊടിയാക്കണം എന്ന് പറഞ്ഞ വിദ്വാൻമാരുള്ള നാടാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കണ്ടില്ലേ, അപ്പം നമ്മുടെ നാടും അതിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്ര കാലം നമ്മുടെ നാട് പിടിച്ചു നിൽക്കും എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തെ ഈ പറഞ്ഞ അന്ധഭക്തന്മാർക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ പട്ടിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഈ പട്ടികൾക്ക് കാര്യം മനസ്സിലായി. എന്നിട്ടും നമ്മുടെ നാട്ടിലെ തലമൂത്ത അമ്മാവന്മാർക്കും ഇപ്പം വളർന്നു വരുന്ന കുറച്ച് സംഘി കുഞ്ഞുങ്ങൾക്കുമാണ് ഇത് മനസ്സിലാക്കുന്നത്. അമ്മമാരാണ് ബാക്കിയുള്ളവരുടെ തലയിൽ കുത്തിച്ചോറും എന്താ പറയുക കുത്തിത്തിരിപ്പ് കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അതിൽ നമുക്കൊന്നും ചെയ്യാനോ പറയാനോ പറ്റില്ല. എന്താണ് ഇപ്പോൾ നമ്മളതിന് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് കണ്ടിരിക്കുക മാത്രമേ പറ്റുള്ളൂ. കാരണം ഈ ബീഹാറിലൊക്കെ വോട്ട് കിട്ടി ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ കാണുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. और ये पिंटू जो है सुनील भाई, पिंटू मेरा खास दोस्त है भाई, इसको जरूर जिताना. वो सीतामढ़ी से लड़ रहा है. कौन है ये पिंटू? കണ്ടല്ലോ ഞങ്ങള്, നമ്മുടെ അമിത്ഷാന്റെ സ്വന്തം ദോസ്താണ് പിന്റു ഭായ്, മേരെ കുമാർ ഭായ്, മൈ സുനിൽ ഭായ്. സുനിൽ ഭായ് പരിപാടി ഇതാണ്, മറ്റേ കൊടുക്കലാണ്. എന്തിന് എന്താ പറയലേ, ആ പിന്റുഭായ് ഈ പിന്റുഭായ് തന്നെ. ഈ പിന്റുഭായിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അമിത്ഷാജി വരെ നേരിട്ട് വന്ന് വോട്ട് പിടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. പിന്റുഭായിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പിന്റുഭായ് പലർക്കും പലതും കൊടുക്കാറുണ്ട്, പിന്റുഭായ് പേടിപ്പിക്കാറുണ്ട്. എങ്കിലും പിന്റുഭായ് 5000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. പിന്റുഭായ് തോൽപ്പിച്ച സ്ഥാനാർത്ഥികൾ ആരാന്നറിയോ? ഏറ്റവും വലിയ മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക കുറേ കണക്കുകളുടെ ബുക്ക് എഴുതി പല എൻട്രൻസ് പരീക്ഷകളിലും നമ്മൾ ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ ബുക്കുകളാണ് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ പിന്റുഭായിൻ്റെ ഇങ്ങനത്തെ പിന്റുഭായിനെ സംരക്ഷിക്കാനും പിന്റുഭായിക്ക് വേണ്ടി വോട്ട് പിടിക്കാനും നമ്മുടെ അമിത്ഷാജി വരെ വരുന്ന കാലത്ത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേരളം വിസിറ്റ് ചെയ്യുന്ന ഇമ്മാതിരി അമിട്ടുകളെ സൂക്ഷിച്ചോളാൻ പറയുന്നത്. ഈ നാട്ടിലും ഇതുപോലെ വന്നിട്ട് പല പിന്റുഭായിമാരെയും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ശാഖയിലെ ഗുണ്ടനടിക്കാരൊക്കെ അവർ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവരൊക്കെ പിടിച്ചിങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികളാക്കി നിങ്ങളുടെ മുമ്പിലോട്ട് വിട്ടുതരും. അപ്പം പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇച്ചിരി ചിന്തിച്ചിട്ടൊക്കെ വോട്ട് ചെയ്യണം ഈ വൃത്തികെട്ട പിന്റുഭായിമാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇന്നലത്തെ കോൺഗ്രസിൻ്റെ ഇതിലോട്ട് വരാം നമുക്ക്.
അപ്പം അതിൽ നിന്ന് നമ്മൾ വഴി മാറി പോകുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നലത്തെ ആ ഒരു പാർട്ടി സമ്മേളനമല്ല, ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾ, ഡിസംബർ ആദ്യ വാരത്തിൽ പാർലമെൻറ്റ് വീണ്ടും ഓപ്പൺ ആകാൻ പോവുകയാണ്. അപ്പം ഏറ്റവും ശക്തമായിട്ട് തന്നെ ഇപ്പം എന്താ പറയുക, ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനം, അതിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും, ബീഹാറിലെ SIR എന്ന പേരിൽ ബീഹാറിൽ കട്ട വോട്ടും അതല്ലാണ്ട് കട്ട വോട്ടും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ മറ്റ് എല്ലാ ചതിക്കുഴികളെയും പറ്റി സംസാരിക്കും എന്നൊക്കെ പറഞ്ഞത്. എത്രത്തോളം സംസാരിക്കും, പക്ഷേ മോദിജി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മോദിജി ഏതെങ്കിലും വേൾഡ് ടൂറിലാവാൻ ആ ചാൻസ്. കുറച്ച് കാലമായിട്ട് പുറത്തു പോയിട്ടില്ല, കാരണം ആരും അടുപ്പിച്ചിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഒരു ക്ഷണം അങ്ങോട്ട് ചോദിച്ചു വാങ്ങി മോദിജി മിക്കവാറും പാർലമെൻറ്റിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും അടികൂടാം എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു മെച്ചം ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ രാംലീല മൈതാനത്തിൽ, ഡൽഹിയിൽ രാംലീല മൈതാനത്തിൽ ഇതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള റാലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാംലീല മൈതാനത്തിൽ മാത്രം ഒതുങ്ങിപ്പോവാണ്ട് കേരളത്തിലെ, അല്ലെങ്കിൽ കേരളത്തിലെ അങ്ങനെ പറയട്ടെ, ഇന്ത്യയിലെ സകല സ്ഥലത്തോട്ടും അങ്ങ് ഗ്രാമാന്തരങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ സാധാരണ ജനങ്ങൾ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ അന്ധഭക്തരെ നമ്മൾ കണ്ടില്ലേ അല്ലേ, മോദി ഭഗവാൻ മേരാ ഭഗവാൻ ഹേ എന്നാ പറഞ്ഞത്. मोदी भगवान जिंदाबाद। ये क्या सुन रहा हूँ मैं? मोदी भगवान जिंदाबाद। मोदी भगवान जिंदाबाद। मोदी भगवान भगवान है। അപ്പോൾ ഇത്തരത്തിലുള്ള ഭഗവാന്മാരുടെ അടുത്തോട്ട് ചെന്നിട്ട് നീയൊക്കെ ഇപ്പോഴും പട്ടിണി കിടന്ന് ചൊറി കുത്തി ജീവിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. നീയൊക്കെ ചെയ്യുന്ന വോട്ട് ഈ പറഞ്ഞ നേതാക്കന്മാരുടെ അണ്ണാക്കിലോട്ട് കൊട്ടിക്കൊടുക്കുമ്പോൾ അവന്മാർ തിരിച്ച് മൂത്രമാണ് നിൻ്റെയൊക്കെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള എന്ത് പ്രചരണമാണോ അല്ലെങ്കിൽ എന്ത് റാലിയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്യുക. ഒരൊറ്റ റാലിയിൽ നിർത്താണ്ട് ഇത് നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കോൺഗ്രസ്സിന് പറ്റിക്കഴിഞ്ഞാൽ നല്ല കാര്യം. അതല്ലാണ്ട് ഒരു രാംലീല മൈതാനത്തിൽ ഒരു വലിയ പ്രക്ഷോഭത്തിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അവന്മാർ വോട്ട് കക്കേണ്ടത് വോട്ട് കക്കും, അതെന്തായാലും കക്കും. അത് അറിയാണ്ട് പോലും പറഞ്ഞു പോകുന്ന നമ്മുടെ മോദിജിയുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. ഇനി ഇത് മോദി തമാശയൊക്കെ പറഞ്ഞതാണെങ്കിലും ഇത് നമ്മൾ കാര്യമായിട്ട് പറയും. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരില്ല. ഭക്തന്മാരോണ്ടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കഴുത്തറത്തവിടെ ഇട്ടേക്കും മക്കളെ. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, കോൺഗ്രസ് ഇങ്ങനെ പരിപാടിയായിട്ട് മുന്നോട്ട് വരുമ്പം അത് ഓർഗനൈസ്ഡ് ആയിട്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്തിക്കണം എന്ന് കുറച്ചുകൂടെ പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ബീഹാറിൽ നമ്മൾ കണ്ടതാണ്, വോട്ട് ചോരി യാത്രക്ക് അല്ലെങ്കിൽ വോട്ടധികാര യാത്രക്ക് എത്രത്തോളം ആളുകൾ വന്നിരുന്നു. ഈ ആളുകൾക്ക് വോട്ട് ചെയ്താൽ പോലും അത് വോട്ട് കയറാത്ത അവസ്ഥ നമുക്കറിയാം. കാരണം നമ്മുടെ EVM ഇപ്പോഴും തോള് തൂക്കി നടക്കുന്ന നാടാണ് നമ്മുടെ. ഈ തോള് തൂക്കി നടക്കുന്ന EVMൽ വോട്ട് കയറ്റാനും വോട്ട് ഇറക്കാനും വളരെ സിമ്പിളാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പോരാത്തതിന് 25,000 വോട്ട് വരെ ഫീഡ് ചെയ്ത് വെച്ചിട്ടാണ് EVM കൊണ്ടുവെക്കുന്ന ആൾക്കാർ പറയുന്നത്. ഇനി അത് മാത്രമല്ല, ബീഹാറിലെ പല ഇലക്ഷൻ റിസൾട്ടുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പണ്ട് പെട്രോൾ പമ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെയാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആക്ഷേപം എല്ലായിടത്തും ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അത് പലരും അനുഭവിച്ചിട്ടുമുണ്ട്. ഒരു എമൗണ്ട് 100 രൂപ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇത്രയും പെർസെൻറ്റേജ് കൂട്ടി, അല്ലെങ്കിൽ 100 രൂപയിലോട്ട് ഒരു 1.2%, 3% എമൗണ്ട് കൂട്ടി വെച്ചിട്ട് കക്കുന്ന പരിപാടിയുണ്ട്. അതാണ് ബീഹാറിലെ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് റിസൾട്ട് പാറ്റേൺ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതും. ഇതുപോലെ 100 അതിൻ്റെ കൂടെ ഒരു 400 എന്ന സംഖ്യയാണെങ്കിൽ 400 +3 +4 +5 എന്നും പറഞ്ഞിട്ട് ഇത്തരത്തിൽ കൂട്ടി വെച്ചിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാമിങ് ചെയ്യുക. 100 പ്രോഗ്രാം അതിന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. 100 പ്രോഗ്രാം ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ മറ്റ് വേറെ ചില പ്രോഗ്രാമുകളും നമ്മൾ കണ്ടു. 122 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ റിസൾട്ടുകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ കോയിൻസിഡൻസ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷേ ഇത്രയും കാലം ഇന്ത്യയിൽ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ട് ഇല്ലാത്ത കോയിൻസിഡൻസ് ഒക്കെ ഈ വോട്ട് ചോരി പറയുന്ന സമയത്ത് മാത്രം കാണുന്നതാണ്. ഒരു പ്രത്യേക ഒരു പ്രത്യേകതരം കാറ്റാണത്. ആ കാറ്റിന് ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കാണേണ്ടി വരും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് വോട്ട് കള്ളവ്, വോട്ട് കള്ളം അല്ലെങ്കിൽ വോട്ട് ചോരി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ഇനി ഇത് മാത്രമല്ല, ഇന്നലെ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. പുള്ളി കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വിചാരിച്ച് 10,000 കൊടുത്ത് 1,20,00,000 40 ലക്ഷത്തോളം സ്ത്രീകളെ മാത്രമല്ല അവർ വാങ്ങിച്ചെടുത്ത് 100 രൂപ മുതൽ 3,000 രൂപ വരെ ആളുകൾക്ക് കൊടുത്തിട്ട് ഓരോ വോട്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഓരോ കുപ്പി കള്ളും കൂട്ടത്തിൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപയും വെച്ച് കൊടുത്ത് ഓരോ മണ്ഡലങ്ങളിലും ഈ വോട്ടുകൾ അവർ കട്ടിട്ടുണ്ട്.
അതാണ് സത്യം. അത് വളരെ സത്യമാണ്. അതിൻ്റെ പല പ്രൂഫുകളും കാര്യങ്ങളും പച്ചയ്ക്ക് നമ്മുടെയൊക്കെ മുമ്പിൽ വന്നതുമാണ്. അതുകൊണ്ടൊക്കെ പറയുന്നത്, ഒരു കോൺഗ്രസ് ഇങ്ങനത്തെ വല്ല റാലികളും അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങൾ നടത്തുമ്പം അത് ചുമ്മാ നടത്തിപ്പോവാണ്ട് അത് ഏത് രീതിയിൽ നടത്തണം, അത് എവിടെ എത്തിക്കണം, എങ്ങനെ എത്തിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഇത് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു സംഭവം മാത്രമായിട്ട് ചുരുങ്ങും.